നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 6ാം ദിവസവും തുടരും. 1264 പേർ 6 സംഘങ്ങളായി മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തും. മൃതദേഹങ്ങൾ കണ്ടെത്താൻ സൈന്യം കൊണ്ടുവരുന്ന റഡാറുകളും ഇന്ന് പ്രദേശത്ത് ഉപയോഗിക്കും. അതേസമയം തിരിച്ചറിയാത്ത 67 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ മേപ്പാടിയിൽ തന്നെ സ്ഥലം കണ്ടെത്താനുള്ള നടപടികൾ ഇന്നുണ്ടായേക്കും. മേപ്പാടിക്ക് സമീപമുള്ള സ്ഥലങ്ങളിൽ സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും എതിർപ്പ് ഉയർന്നിരുന്നു. ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഭൂമി നൽകാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. ദുരന്തസ്ഥലം സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ചൂരൽമലയിൽ എത്തും. തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാവുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും സന്ദർശനം നടത്തുകയും ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്ന സുരേഷ് ഗോപി വയനാട് എന്തുകൊണ്ട് സന്ദർശിക്കുന്നില്ല എന്ന സോഷ്യൽ മീഡിയയിൽ ചോദ്യം ഉയരുന്നതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി എത്തുന്നത്. അതേസമയം രക്ഷാപ്രവർത്തകരെ ഒറ്റയ്ക്ക് വിടാതെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. ചൂരൽമലയിലെ ബെയിലി പാലത്തിന് സമീപത്ത് വെച്ച സൈന്യമായിരിക്കും രക്ഷാപ്രവർത്തകരെ വിവിധ ഘടകങ്ങളായി തിരിച്ചുകൊണ്ട് ദുരന്ത മേഖലയിലേക്ക് കടത്തിവിടുക. അതേസമയം ചാലിയാറിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി 2 ഭാഗങ്ങളായി തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ചാലിയാറിലെ തിരച്ചിലും തിങ്കളാഴ്ചയോടുകൂടി അവസാനിപ്പിക്കും. ദൌത്യം അവസാന ഘട്ടത്തിലാണ് എന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ മരണസംഖ്യ 365ആയി. 148 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി 206 പേരെയാണ് കണ്ടെത്താനുള്ളത്. മരിച്ചവരിൽ 30 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. 93 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 10,042 പേരാണ് കഴിയുന്നത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതു ശ്മശാനങ്ങളിൽ സംസ്കരിക്കും. സർവ്വമത പ്രാർത്ഥനയോടെ ആയിരിക്കും സംസ്കാരം നടത്തുന്നത്. ഇന്നലെ 4 മൃതദേഹങ്ങളാണ് ദുരന്തഭൂമിയിൽ നിന്നും കണ്ടെടുത്തത്. ഉരുൾപൊട്ടൽ ബാധിച്ച എല്ലാ സ്ഥലങ്ങളിലും ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു. ആദ്യ ദിവസങ്ങളിലെ പോലെ തന്നെ വിവിധ സേനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇന്നലെയും തെരച്ചിൽ നടത്തിയത്. ഇന്നലെ തമിഴ്നാടിന്റെ ഫയർഫോഴ്സ് സ്ക്വാഡ് എത്തിയിരുന്നു, ഡോഗ് സ്ക്വാഡും എത്തിയിരുന്നു. അതിന്റെ സഹകരണത്തോടു കൂടിയാണ് ഇന്നലെ തെരച്ചിൽ നടത്തിയത്. ഇന്നും ഇതേ രീതിയിൽ തന്നെ പരിശോധന തുടരും. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പുഞ്ചിരിമട്ടം, ചൂരൽമല, മുണ്ടക്കൈ, ഒപ്പം സൂചിപ്പാറയിലെ താഴ്ന്ന ഭാഗങ്ങൾ, ചാലിയാർ പുഴയിലെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ പരിശോധനയും തുടരും. 5ാം ദിവസവും ആരെയും ജീവനോടെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ചാലിയാറിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയത് 12 മൃതദേഹങ്ങളാണ്. ഇതോടെ ചാലിയാറിൽ വിപുലമായ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. പുഴ ഗതിമാറി ഒഴുകിയ സ്ഥലങ്ങളിലേക്ക് അടക്കം തിങ്കളാഴ്ച പരിശോധന നടത്തും. തുടർന്ന് തിങ്കളാഴ്ചയോടുകൂടി പരിശോധന അവസാനിപ്പിക്കാനാണ് തീരുമാനം.